ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ ക്ലിമ്മീസ് തിരുമേനി, അഭിവന്യ തേവോദോസ്യോസ് തിരുമേനി, ബഥാന്യ അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഫിലിപ്പ് റംബാജൻ, മറ്റ് റംബാജന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എന്ന അമേരിക്കൻ കവിയുടെ വളരെ വിഖ്യാതമായ 4 വരികളുണ്ട്. ലൈഫ്സ് ഓഫ് ഗ്രേറ്റ് മെൻ ഓൾ റിമൈൻഡ് us. We can make our lives sublime, and departing leave behind us footprints on the sands of time. ചരിത്രത്തിൻ്റെ മണൽപ്പരപ്പിൽ പാദമുദ്രകൾ പതിപ്പിച്ച് കടന്നുപോയ 3 പിതാക്കന്മാരെ നാം ഇന്ന് അനുസ്മരിക്കുകയാണ് സംയുക്ത ഓർമ്മ പെരുന്നാളിലൂടെ. ബഥനി സന്യാസ സമൂഹത്തിൻ്റെ തുടക്കക്കാരിൽ ഒരാളായിരുന്ന വലിയ തിരുമേനി അലക്സിയോസ് മാർ തേവോദോസ്യോസ് പിൽക്കാലത്ത് ധ്യാനപ്രസംഗങ്ങളിലൂടെ മലങ്കരയൊട്ടുക്ക് തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച് ഏറെ പേർക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉളവാക്കിയ ആബോ യൂഹാനോൻ എന്ന യൂഹാനോൻ മാർ അത്താനാസിയോസ്, കഴിഞ്ഞ വർഷം കടന്നുപോയ അഭിവന്ദ്യനായ പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനി, ഈ 3 പേരുടെയും ഓർമ്മ പെരുന്നാൾ ഒരുമിച്ചാണല്ലോ ഇവിടെ ആചരിക്കുന്നത്. നാളെ ഓഗസ്റ്റ് 6 വലിയ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളാണ്. ഒക്ടോബർ 12-നാണ് അത്താനാസിയോസ് തിരുമേനിയുടെ ഓർമ്മ നാം കഴിക്കേണ്ടത്. അതോടൊപ്പം ഓഗസ്റ്റ് 1-ന് പരലോകം പൂകിയ പക്കോമിയോസ് തിരുമേനി, ഈ 3 പേരുടെയും ഓർമ്മ പെരുന്നാളുകൾ ചേർത്ത് വെച്ച് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്ന് ഈ കബറിടങ്ങളിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ച് സമാശ്വാസം ലഭിച്ച് പോകത്തക്ക രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ അവസരത്തിൽ നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് സമ്മേളിച്ചിരിക്കുമ്പോൾ ഈ പിതാക്കന്മാരെ അനുസ്മരിക്കാനായിട്ട് കിട്ടുന്ന നിമിഷങ്ങൾ എൻ്റെ ആയുസ്സിലെ സുവർണ നിമിഷങ്ങളായി ഞാൻ കാണുന്നു. മലമടക്കിലെ കെടാവിളക്കായി ബഥനിയാശ്രമം രൂപീകൃതമായിട്ട് 95 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഭാരതത്തിൽ കത്തോലിക്കേതര ക്രൈസ്തവ സഭകളിൽ ആദ്യത്തെ സന്യാസാശ്രമം ഏതാണ് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ ഓർത്തഡോക്സുകാർക്ക് ചൂണ്ടിക്കാണിക്കാം, അത് ഇതാണ് എന്ന്. ക്രിസ്താനുകരണ സമൂഹം, ദി ഓർഡർ ഓഫ് ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, 1918-ൽ ഈ മുണ്ടൻകുന്നിൽ രൂപമെടുത്തുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ ദാനമായി തന്ന 100 ഏക്കർ സ്ഥലവും ഗവൺമെന്റിൽ നിന്ന് തുച്ഛവിലയ്ക്ക് ലഭിച്ച 290 ഏക്കറും കൂടി ചേർന്ന് വിശാലമായ ഈ ആശ്രമ ഭൂമിയിൽ പട്ടിണിയും പരിവട്ടവുമായി ആരംഭിച്ച ബഥനി സമൂഹം ശതാബ്ദിയോടടുക്കുന്ന ഈ വേളയിൽ അതിൻ്റെ സ്ഥാപകരിൽ പ്രധാനിയായിരുന്ന മാർ തേവോദോസ്യോസിനെയും പിന്നീട് അതിൻ്റെ അമരക്കാരായിരുന്ന മാർ അത്താനാസിയോസിനെയും മാർ പക്കോമിയോസിനെയും അനുസ്മരിക്കുന്നത് ഉചിതം തന്നെ. ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം എന്നെ ക്ഷണിച്ച അഭിവന്യ തേവോദോസ്യോസ് തിരുമേനിയോടും ഇതിൻ്റെ മറ്റു ചുമതലക്കാരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയുമെല്ലാം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിസ്വാർത്ഥ സേവനത്തിലൂടെ ക്രിസ്താനുകരണം എന്താണെന്ന് നമുക്കെല്ലാവർക്കും കാട്ടിത്തന്നിട്ടുള്ള ബഹുമാന്യനായ കെ.ഐ. ഫിലിപ്പ് റംബാജിനെ
ബഥാന്യ അവാർഡ്, വലിയ തിരുമേനിയുടെ പേരിലുള്ള മാർ അലക്സിയോസ് തെവോദോസിയോസ് ബഥാന്യ അവാർഡ് നൽകി ഇന്നിവിടെ ആദരിക്കുകയാണ്. ഏറ്റവും ഉചിതമായ കരങ്ങളിലാണ് ഈ അവാർഡ് ചെന്നു ചേരുന്നത് എന്നുള്ളത് നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. ഫ്രാൻസിലെ ഒരു ദേവാലയത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമയുണ്ട് എന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്. കൈകളില്ലാത്ത പ്രതിമ. ആ പ്രതിമയുടെ താഴെ പാദപീഠത്തിങ്കിൽ ഒരു ലിഖിതമുണ്ട്, ഐ ഹാവ് നോ ഹാൻഡ്സ് ബട്ട് യുവേഴ്സ്. നിങ്ങളുടേതല്ലാതെ എനിക്ക് വേറെ കൈകളില്ല. റമ്പാച്ചനും അതുപോലെയുള്ള ഏറെ ആളുകളും ക്രിസ്തുവേശുവിൻ്റെ കരങ്ങളായി സ്വയം മാറിക്കൊണ്ട് നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുകയാണ് വിവിധ ആതുര സേവന മേഖലകളിൽ. അദ്ദേഹത്തിൻ്റെ ഈ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഒരു അംഗീകാരമായി ഇന്നിവിടെ നൽകപ്പെടുന്ന ഈ അവാർഡിൽ സന്തോഷിച്ചുകൊണ്ട് വന്യറമ്പാച്ചന് ഇനിയും സാത്വികതയോടെ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുസ്മരണ പ്രഭാഷണം ആരംഭിക്കേണ്ടത് വലിയ തിരുമേനിയിൽ നിന്നാണ്. നിരണം മട്ടയ്ക്കൽ MM അലക്സാണ്ടർ എന്ന ചാണ്ടിക്കുഞ്ഞ് ഫാദർ അലക്സിയോസ് ആയതും അലക്സിയോസ് മാർ തെവോദോസിയോസ് ആയതുമൊക്കെ തീർച്ചയായും ദൈവനിയോഗമായിരുന്നു. അതിലുപരി മലങ്കര സഭയുടെ ഭാഗ്യമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു കാവൽക്കാരൻ വാളോങ്ങി നിൽക്കുന്നില്ലായിരുന്നെങ്കിൽ 83 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഥനി ആശ്രമവും അതിൻ്റെ സകല സ്ഥാവര ജംഗമ വസ്തുക്കളും ഇവിടുത്തെ മുഴുവൻ സന്യസ്തരും ഹൈജാക്ക് ചെയ്യപ്പെട്ട് പുനരൈക്യം എന്ന പടുകുഴിയിൽ പോയി നിപതിക്കുമായിരുന്നുവെന്ന് നമുക്കൊക്കെ അറിയാം. 1918 സെറാംപൂർ കോളേജിലെ പ്രൊഫസർ ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് ഫാദർ PT ഗീവർഗീസ് എന്ന MA അച്ഛൻ മുണ്ടൻമലയിലേക്ക് ആശ്രമ സ്ഥാപനത്തിനായി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലങ്കൈയായി പ്രവർത്തിച്ചത് ഫാദർ അലക്സിയോസ് ആയിരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന പരമാർത്ഥമാണ്. ഈ ബഥനി ആശ്രമ സമൂഹത്തിൻ്റെ സ്ഥാപകൻ, ഫൗണ്ടർ, പിൽക്കാലത്ത് ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് ആയി തീർന്ന ഫാദർ PT ഗീവർഗീസ് ആയിരുന്നുവെങ്കിൽ അതിൻ്റെ സഹസ്ഥാപകൻ, ഫൗണ്ടർ തീർച്ചയായും അലക്സിയോസ് മാർ തെവോദോസിയോസ് തിരുമേനി, അന്ന് ഫാദർ അലക്സിയോസ് ആയിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ ദശകങ്ങളിൽ മുള്ളന്തുരുത്തി വെട്ടിക്കൽ ദേറായിൽ 40ഓളം സന്യാസ വൈദികർ താമസിച്ച് ദൈവത്തെ ശുശ്രൂഷിച്ചിരുന്നു, സേവിച്ചിരുന്നു. അവരിൽ പലരെയും നമുക്കറിയാം. ചാത്തുരത്തിൽ ഗീവർഗീസ് റമ്പാൻ, പിന്നീട് അദ്ദേഹം പരിമല തിരുമേനിയായി, ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ ഭാഷയിൽ പരിമള തിരുമേനിയായി. അതുപോലെ മൂക്കഞ്ചേരിൽ ഗീവർഗീസ് റമ്പാൻ. എത്ര സന്യാസ വൈദികർ, 40-ലേറെ വൈദികർ മുള്ളന്തുരുത്തി വെട്ടിക്കൽ ദേറായിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ നടുവിൽ ജീവിച്ചിരുന്നുവെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളായപ്പോൾ സഭയുടെ ആത്മീയ പുരോഗതിയിൽ ചില വിലങ്ങുതടികളൊക്കെ വന്നു ഭവിച്ചു. വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക്, തുടർന്ന് അനന്തമായ കേസുകൾ, അന്തഛിദ്രങ്ങൾ, ഇതേപ്പറ്റി തികച്ചും ബോധവാനായിരുന്ന വട്ടശ്ശേരി തിരുമേനി സഭയിൽ സന്യാസ പ്രസ്ഥാനം വളർന്നു വരണം, അതുവഴി നമ്മുടെ സ്പിരിച്വാലിറ്റി ശക്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചു. ഭാരതത്തിൽ ആശ്രമ പ്രസ്ഥാനത്തിന് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൽക്കട്ടയ്ക്കടുത്ത് ശാന്തിനികേതനിൽ
രവീന്ദ്രനാഥ് ടാഗോർ ആശ്രമം ആരംഭിച്ചു. അഹമ്മദാബാദിന് സമീപം സബർമതിയിൽ മഹാത്മാഗാന്ധി ഒരാശ്രമം ആരംഭിച്ചു. ഇതൊക്കെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലായിരുന്നു. ആ ഒരു ട്രെൻഡിനൊപ്പിച്ച് മലങ്കര സഭയിലെ ആത്മീയത ഒന്നുകൂടി പ്രോജ്വലിപ്പിക്കുന്നതിന്, ഊതിക്കത്തിക്കുന്നതിന് ഇവിടെ സന്യാസ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവണം എന്ന് മലങ്കര സഭാ ഭാസുരൻ തിരിച്ചറിഞ്ഞു. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ സഭയുടെ സ്കൂളുകളിൽ പഠിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അങ്ങനെ PT ഗീവർഗീസ് പണിക്കർ എന്ന ഒരു യുവ വിദ്യാർത്ഥി 4th ഫോം സ്റ്റുഡൻ്റായി, ഇന്നത്തെ കാലത്തെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായി MD സെമിനാരിയിൽ, കോട്ടയത്ത് MD സെമിനാരിയിൽ വന്നു ചേർന്നു. അന്നു മുതൽ അദ്ദേഹം MA ബിരുദമെടുത്ത് സെറാംപൂർ കോളേജിലെ പ്രൊഫസറാകുന്നത് വരെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ ചെലവുകളുമെല്ലാം വട്ടശ്ശേരിൽ തിരുമേനി കൈയയച്ച് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നു അദ്ദേഹത്തെ. കാരണം അദ്ദേഹത്തെ പറ്റി തിരുമേനിക്ക് ഒരു ദർശനമുണ്ടായിരുന്നു. ആ MD സെമിനാരി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി അന്ന് ഹെഡ് മാസ്റ്ററായിരുന്ന KC മാമൻ മാപ്പിളയുടെ തലയ്ക്ക് മുകളിൽ ഫാദർ PT ഗീവർഗീസിനെ പ്രതിഷ്ഠിക്കുവോളം ചെന്നു വലിയ തിരുമേനിയുടെ സ്നേഹ വാത്സല്യം അദ്ദേഹത്തോട്. എന്നാൽ കൊടും കൃതജ്ഞതയാണ് പിന്നീടുണ്ടായതെന്ന് ചരിത്രം സാക്ഷിക്കുന്നു. കോടതി കേസുകളിൽ മാർ ദിവന്നാസിയോസ് പരാജയപ്പെട്ടു. 1929 വിദ്യാസമ്പന്നനായ തന്നെ കാതോലിക്ക ആക്കും എന്നുള്ള പ്രതീക്ഷ സഫലമായില്ല. പകരം ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് ദ്വിതീയൻ ബാവ, അന്ന് കല്ലാച്ചേരിൽ മാർ ഗ്രിഗോറിയോസ്, അദ്ദേഹം 3ാം കാതോലിക്ക എന്ന ഏറെ ആകർഷകമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടതായിട്ട് വന്നു മാർ ഈവാനിയോസിന്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മാർ ഈവാനിയോസിന്റെ സഭാഭ്രംശം ഉണ്ടാവുന്നത്. ഏതായാലും കുറെ നാൾ മുമ്പ് തന്നെ റോമാ സഭയോട് അദ്ദേഹത്തിനൊരു പ്രതിപത്തി ആരംഭിച്ചിരുന്നു. അന്ന് മലങ്കര സഭയുടെ നില പരുങ്ങലിലാണ്. മലങ്കര മെത്രാൻ അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ അന്യായമായ മുടക്കിന് പാത്രീഭൂതനായി നിൽക്കുകയാണ്. ആ അവസരത്തിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന്, ഈ ഊരാക്കുടുക്കിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. അതിന് മാർ ഈവാനിയോസ് കണ്ട കുറുക്കുവഴിയാണ് റോമാ സഭയിലുള്ള ലയനം. അദ്ദേഹം ഈ കാര്യം വട്ടശ്ശേരിൽ തിരുമേനിയോട് നേരിട്ട് പോയി പറയാൻ ധൈര്യപ്പെട്ടില്ല. കാരണം പാല് കൊടുത്ത് വളർത്തുന്നത് പോലെ നന്നേ ചെറുപ്പത്തിലെ പിടികൂടി വളർത്തി വലുതാക്കി കൊണ്ടുവന്ന വലിയ തിരുമേനിയുടെ അടുത്ത് ഈ റോമാ സഭയിലേക്ക് നമുക്കെല്ലാവർക്കും ചേക്കേറാം, അതുവഴി താൽക്കാലികമായി നേരിട്ടിരിക്കുന്ന കോടതി വിധിയും അന്തഛിദ്രങ്ങളും അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ അധികാരപ്രമത്തതയും എല്ലാം നമുക്ക് ചെറുക്കാമെന്ന് നേരിട്ട് പോയി വലിയ തിരുമേനിയോട് പറയാൻ മടി. അതുകൊണ്ട് പാറേട്ട് മാത്യൂസ് അച്ഛനെ, പിന്നീട് പാറേട്ട് മാത്യൂസ് മാർ ഈവാനിയോസ് ആയി തീർന്ന മാത്യൂസ് അച്ഛനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വലിയ തിരുമേനിയോട് ഈ സന്ദേശം പറയാൻ അല്പം ഭയാശങ്കകളുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഐഡിയ കൊള്ളാമോ എന്ന് പാറേട്ടച്ഛനൊന്ന് പോയി ചോദിച്ചേ തിരുമേനിയോട്. വട്ടശ്ശേരി തിരുമേനി ചാരുകസേരയിൽ ചാരിയിരിക്കുമ്പോ പാറേട്ടച്ഛൻ പോയി പറഞ്ഞു, ഈവാനിയോസ് മെത്രാച്ചൻ ഒരു കാര്യം ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. തിരുമേനിയുടെ പക്കൽ ഈ ആശയം ഒന്ന് അവതരിപ്പിക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. പോയി പറഞ്ഞു തിരുമേനിയോട് റോമാ സഭയുമായി ലയിക്കുന്നതിനെ പറ്റി. വട്ടശ്ശേരിൽ തിരുമേനി കസേരയിൽ എഴുന്നേറ്റിരുന്നു. താടി മീശ അങ്ങോട്ട് ഉയർത്തി കൈകൊണ്ട് കഴുത്തറക്കുന്നത് കാണിച്ചു ആംഗ്യമായി. എന്നിട്ട് പറഞ്ഞു, എന്റെ തല ഇങ്ങനെ അറുത്തുകൊണ്ട് വെച്ചാലും അതിന് എന്നെ കിട്ടില്ല എന്ന്. ഒടുവിൽ തിരുമേനിയുടെ പ്രതീക്ഷകളെയെല്ലാം ഭസ്മമാക്കിക്കൊണ്ട് അത് നടക്കാൻ പാടില്ലാത്തത്
ഇവിടെ സംഭവിച്ചു 1930 വിശദീകരിക്കുന്നില്ല. അന്ന് ഇവിടെ ഇത്രയധികം സ്ഥലമുണ്ട്. ഈ സ്ഥലം ഇവിടുത്തെ ഈ സന്യസ്തർ എല്ലാമായിട്ട് പോകാനാണ് ആഗ്രഹിച്ചത് റോമാ സഭയിലേക്ക്. പക്ഷേ നേരെ നിന്ന് പോരാടി ഒരൊറ്റയാൾ പട്ടാളം പോലെ ഭാഗ്യസ്മരണാർഹനായ നാം ഇന്ന് അനുസ്മരിക്കുന്ന അലക്സിയോസ് മാർ തെവോദോസിയോസ്. അന്ന് അദ്ദേഹം മെത്രാപ്പോലീത്തയല്ല, ഫാദർ അലക്സിയോസ് ആണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ റോമാ സഭയിലേക്ക് പോകുന്ന അനുഭവം ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മാർ ഇവാനിയോസിനോടൊപ്പം ഇറങ്ങിപ്പോയ 4 സന്യസ്തർ ഇറങ്ങിപ്പോവുകയില്ലായിരുന്നു. അതുകൊണ്ട് മലയായിലേക്ക്, സിംഗപ്പൂരിലേക്ക് പണപ്പിരിവിന് ഫാദർ അലക്സിയോസിനെ നിയോഗിച്ചയച്ചിട്ടാണ് ഈ കാര്യങ്ങൾ, സന്യസ്തരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതുൾപ്പെടെയുള്ള സകല കാര്യങ്ങളും ഇവിടെ നടപ്പായത്. ദീർഘിപ്പിക്കുന്നില്ല കാര്യം. ഭാഗ്യസ്മരണാർഹനായ വലിയ തിരുമേനിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി എടുത്തു പറയേണ്ട ചില ഗുണവിശേഷങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അടിയുറച്ച വിശ്വാസം, അഭിമാനം. ഒരോർത്തഡോക്സുകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിമാനം, സ്വന്തം മാതൃസഭയോടുള്ള കൂറ്, അത് അചഞ്ചലമായിരുന്നു. 1-2 ഉദാഹരണങ്ങൾ പറയാം. സമുദായ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലം, ഹൈക്കോടതിയിൽ തോറ്റു, സുപ്രീം കോടതിയിലേക്കൊക്കെ പോകുന്ന സമയം, അന്ന് ഏറെ ആളുകൾ ആഗ്രഹിച്ചു എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് അവസാനിപ്പിച്ചാൽ കൊള്ളാം. പക്ഷേ തൽക്കാലത്തേക്ക് വിജയശ്രീലാളിതരായിരുന്ന പാത്രിയർക്കീസ് വിഭാഗം അത് പെട്ടെന്നൊന്നും അംഗീകരിച്ചില്ല. അവര് പറഞ്ഞു, നിങ്ങളുടെ കാതോലിക്കായും കൂട്ടരും പാത്രിയർക്കീസിനാൽ മുടക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ വെറും വൃദ്ധൻ പുന്നൂസാണ്. അദ്ദേഹത്തെ പോലെയുള്ളവർ മറ്റു പിതാക്കന്മാരും എല്ലാം വീണ്ടും പട്ടമേക്കണം. അത് മധ്യസ്ഥന്മാരിടപെട്ട് അല്പം വെള്ളം ചേർത്തൊടുവിൽ ആലുവ വരെ ഒന്ന് വന്നാ മതി. കാതോലിക്ക ബാവായും മെത്രാച്ചന്മാരും ഒരു ചെറിയ പ്രാർത്ഥന നടത്തി നിങ്ങളുടെ എല്ലാ സ്ഥാനം സ്ഥിരീകരിക്കാം. ബാവാ തിരുമേനി പോലും സഭയുടെ ഐക്യത്തെ പ്രതി പോകാൻ തയ്യാറായിരുന്നു. നെഞ്ചു വിളിച്ചു നിന്ന് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ തിരുമേനി അലക്സിയോസ് മാർ തെവോദോസിയോസ് ആയിരുന്നുവെന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. ചിങ്ങവനത്ത് കുപ്രസിദ്ധമായ വട്ടമേശ സമ്മേളനം നടന്നു, സന്ധ്യാലോചന. ആ ആലോചനയ്ക്കിടയിൽ പരിശുദ്ധ ബാവാ തിരുമേനിയുടെ സ്ഥാനവും ഓർത്തഡോക്സ് സഭയുടെ സ്വാതന്ത്ര്യവും ഒക്കെ അടിയറ വെച്ച് സമാധാനമുണ്ടാക്കും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോ ഇറങ്ങിപ്പോയി എല്ലാരും കാണുകെ യോഗമധ്യത്തിൽ നിന്ന് അലക്സിയോസ് മാർ തെവോദോസിയോസ്. തിരുവനന്തപുരത്ത് VJT ഹാളിൽ അന്നത്തെ ദിവാന്, കുപ്രസിദ്ധനായ ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്ക് സ്വീകരണം നൽകുന്നു. അദ്ദേഹത്തിന് മംഗളപത്രം സമർപ്പിക്കുന്നു. ആ ചടങ്ങിൽ സംബന്ധിക്കാൻ ബാവാ തിരുമേനിയുടെ മേൽ സമ്മർദ്ദം വന്നു, മെത്രാപ്പോലീത്തന്മാരുടെ മേൽ സമ്മർദ്ദം വന്നു. ഒടുവിൽ അന്ന് രാജഭരണകാലമാണ്, ദിവാൻ അതിശക്തനാണ്. ബാവാ തിരുമേനി പോലും പോയി VJT ഹാളിലെ ഈ മംഗളപത്ര സമർപ്പണ ചടങ്ങിൽ ധൈര്യപൂർവം മാറി നിന്നു അലക്സിയോസ് മാർ തെവോദോസിയോസ്. നട്ടെല്ലുള്ള അഭിമാനിയായ തികഞ്ഞ സഭാഭക്തൻ അതായിരുന്നു അലക്സിയോസ് മാർ തെവോദോസിയോസ്. 2, 100% ഇന്റഗ്രിറ്റി, 100% ഓണസ്റ്റി, സത്യസന്ധത, അത് അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു, മാർ ഇവാനിയോസ് റോമാ സഭയിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന കാലത്ത് ഫാദർ അലക്സിയോസിനെ പറഞ്ഞയച്ചു ബഥനിയുടെ പേർക്ക് പണപ്പിരിവിന് മലയായിലേക്ക്, ജാവയിലേക്ക്, ഇന്നത്തെ സിംഗപ്പൂരിലേക്ക്. അവിടെ പോയി
പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 40,000 രൂപ ഞാൻ തന്നെ പിരിച്ചുണ്ടാക്കിയതാണെന്ന്. അതിലെ അവസാനത്തെ ഗഡു, അന്നത്തെ കാലത്ത് 40,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. എത്രയോ വർഷം മുമ്പത്തെ കാര്യം. അതിൻ്റെ അവസാനത്തെ ഗഡു 8,000 രൂപയുമായിട്ട് അദ്ദേഹം തിരിച്ചിവിടെ വരുമ്പോ മാർ ഈവാനിയോസ് റോമാ സഭയിലേക്ക് ഏതാണ്ട് ലയിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ 8,000 രൂപ കയ്യിൽ വെക്കാമായിരുന്നു. പക്ഷെ പറഞ്ഞു, ഞാനത് മാർ ഈവാനിയോസിനെ ഏൽപ്പിക്കുകയാണ്. കാരണം എന്നെ പറഞ്ഞയച്ചു പിരിക്കാനായിട്ട്. ഞാനിവിടെ തിരിച്ചു വന്നു. എൻ്റെ സഭ വിട്ട് അദ്ദേഹം പോവുകയാണെങ്കിൽ പോലും ആ പണം എന്നെ നിയോഗിച്ചയാളുടെ കയ്യിൽ ഞാൻ കൊണ്ടേ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് കൊടുത്ത 100% സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുന്നയാളായിരുന്നു അദ്ദേഹം. അചഞ്ചലമായ ദൈവവിശ്വാസമാണ് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം. ദീർഘമായി പ്രതിപാദിക്കുന്നില്ല. കാലം ചെയ്യുന്ന സമയത്ത് രോഗബാധിതനായി കിടക്കുമ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്ന മന്ത്രമേതാണെന്ന് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം. അവസാനം വരെ പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്, ദ വിൽ ഓഫ് ഗോഡ്, ദ വിൽ ഓഫ് ഗോഡ്. അതായിരുന്നു തേവോദോസ്യോസ് തിരുമേനി. ഏറ്റവും ഒടുവിൽ എക്യൂമിനിസം. ഇന്ന് സഭൈക്യ പ്രസ്ഥാനങ്ങളെ ഒരുതരം പുച്ഛത്തോടെയാണ് മാലോകർ നോക്കിക്കാണുന്നത്. നമ്മുടെ ഒരു തിരുമേനി കുറെ നാൾ മുമ്പ് എന്നോട് പറഞ്ഞു, ദ ഹിപ്പോക്രസി കോൾഡ് എക്യൂമിനിസം. എക്യൂമിനിസം എന്ന് പറയുന്നത് വെറും കാപട്യമാണ്. പുറമേ കാണുമ്പോ സഭൈക്യ പ്രസ്ഥാനങ്ങൾക്കൊക്കെ എത്ര ആഴവും പരപ്പും. പിതാക്കന്മാരെല്ലാം കാണുന്നു, ആശ്ലേഷിക്കുന്നു, ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. പിന്നീട് ഓരോരോ പ്രശ്നത്തെയും സമീപിക്കുമ്പോൾ എല്ലാവർക്കും വിഭിന്നങ്ങളായ സമീപനങ്ങളാണ്. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നാവേണ്ടതിന് തന്നെ എന്ന കർത്തൃവാക്യമൊക്കെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുമെങ്കിലും എക്യൂമിനിസം ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറഞ്ഞതുപോലെ തുടങ്ങിയെടുത്ത് നിൽക്കുകയാണ്. ഈ അലക്സിയോസ് മാർ തേവോദോസ്യോസ് തിരുമേനി മലങ്കര സഭയുടെ ആദ്യത്തെ അംബാസിഡർ ആയിരുന്നു. പ്രസിദ്ധമായ എഡിൻബറോ സമ്മേളനത്തിലേക്ക് പരിശുദ്ധ ബാവാതിരുമേനി, ഗീവർഗീസ്തുതിയൻ ബാവാതിരുമേനി ഉൾപ്പെടെ ഒരു വലിയ സംഘം ഇവിടെ നിന്ന് യാത്രയായപ്പോൾ അതിൻ്റെ സകല ചുമതലകളും വഹിച്ച് ദ്വിഭാഷിയായി പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത് അലക്സിയോസ് മാർ തേവോദോസ്യോസ് ആയിരുന്നു. ആ എഡിൻബറോ സമ്മേളനത്തിൽ നിന്നാണല്ലോ പിന്നീട് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, സഭകളുടെ ലോക കൗൺസിൽ പിറന്നു വീണത്. അതുപോലെ തന്നെ മലങ്കര സഭയുടെ അംബാസിഡറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ബാഹ്യ കേരള ഭദ്രാസനത്തിലെ ഇടവകകളൊക്കെ രൂപീകരിച്ച് അങ്ങനെ ഈ കേരളത്തിന് പുറത്ത് സഭയ്ക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. മറ്റ് സഭകളുമായിട്ടുള്ള ബന്ധം, കുർബാന സംസർഗം, ഡയലോഗുകൾ, ഇതൊക്കെ ഊട്ടി ഉറപ്പിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ്. പക്ഷേ എക്യൂമിനിസത്തെ പറ്റി മാർ ഈവാനിയോസിനുണ്ടായിരുന്ന കാഴ്ചപ്പാടായിരുന്നില്ല മാർ തേവോദോസ്യോസിനുണ്ടായിരുന്നത്. റോമ ചായ്വ് തുടങ്ങിയ സമയത്ത് ബഥനി ആശ്രമത്തിലെ നിവാസികളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ആർച്ച് ബിഷപ്പ് മാർ ഈവാനിയോസ് പറയുമായിരുന്നു, റോമ സഭയാകുന്ന വലിയ എഞ്ചിനിലേക്ക് നമ്മുടെ സഭയെ പോലെയുള്ള ചെറിയ ബോഗികൾ ഘടിപ്പിച്ചാൽ വലിയ എഞ്ചിൻ അത് വലിച്ചുകൊണ്ട് പൊയ്ക്കോളുമെന്ന്. പക്ഷേ അലക്സിയോസ് മാർ തേവോദോസ്യോസ് പറഞ്ഞത് അതല്ല. ക്രിസ്തുവാകുന്ന എഞ്ചിൻ വലിക്കണം. ഓരോരോ സഭയും പുറകെ പുറകെയുള്ള ബോഗികളായിരിക്കണം. ഈ ബോഗികളിൽ നിന്ന് ഒരു ബോഗിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാൻ ആധുനിക കാലത്തെ ട്രെയിനിലുള്ള വെസ്റ്റിബ്യൂൾ സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുർബാന സംസർഗം എന്ന പാലം വേണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ എക്യൂമിനിസത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ പറ്റിയുള്ള അനുസ്മരണം ഞാൻ അവസാനിപ്പിക്കട്ടെ. ഓൺലി റഫ് സീസ് മേക്ക് എ ഗുഡ് ക്യാപ്റ്റൻ.
കാറും കോളും ഉള്ളപ്പോഴേ ക്യാപ്റ്റൻ്റെ കരുത്തറിയുള്ളൂ. വളരെ പ്രശാന്തമായ കടലിലൂടെ കപ്പൽ അങ്ങോട്ട് വെറുതെ ഓടിപ്പോകുമ്പോൾ ക്യാപ്റ്റന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഓൺലി റഫ് സീസ് മേക്ക് എ ഗുഡ് ക്യാപ്റ്റൻ. ആടി ഉലയുന്ന, ആകപ്പാടെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമുദ്രത്തിൽ അവിടെയാണ് ഒരു കപ്പിത്താൻ്റെ പ്രാഗൽഭ്യം അറിയുന്നത്. ആർച്ച് ബിഷപ്പ് മാർ ഈവാനിയോസ് താൻ നനച്ചു വളർത്തിയ ബദനി പ്രസ്ഥാനത്തെ അനാഥമാക്കിക്കൊണ്ട് റോമാ സഭയിലേക്ക് ചേക്കേറിയപ്പോൾ കൂടെ കൊണ്ടുപോകാവുന്നതെല്ലാം താൽക്കാലികമായിട്ട് കേസുകൾ ഭയപ്പെട്ട് മലങ്കര മെത്രാപ്പോലീത്ത ഏൽപ്പിച്ചു കൊടുത്തിരുന്ന MD സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാമായിട്ട് പോയി. സഭയുടെ ഈ ബദനി സമൂഹത്തിന്റെ സ്ഥലങ്ങൾക്ക് എല്ലാം കേസ് പറയേണ്ടതായിട്ട് വന്നു. സ്കൂളിന് പേർക്ക് എന്തെല്ലാത്തിനും വേണ്ടി പോരാട്ടത്തിന്റെ അനേക വർഷങ്ങൾക്കൊടുവിൽ റോമാ പാപ്പായുടെ പ്രതിനിധി തന്നെ ഇടപെട്ട് കേസുകളെല്ലാം രാജിയാക്കുന്നിടത്തോളം എത്ര എഴുത്തുകുത്തുകൾ, എത്ര ഉറക്കളച്ച രാത്രികൾ, എത്ര കഷ്ടപ്പാട്, അതെല്ലാം അനുഭവിച്ച് ഈ ബദനി പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന രീതിയിലാക്കിയ ആ വലിയ പിതാവിൻ്റെ ആ ഓർമ്മ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭയ്ക്ക് മുമ്പിൽ നമുക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയതായിരിക്കട്ടെ. 2 പിതാക്കന്മാരെ കൂടി നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് യൂഹാനോൻ മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്ത. അദ്ദേഹം കേവലം 2 കൊല്ലം മാത്രമേ മെത്രാപ്പോലീത്ത സ്ഥാനത്തിരുന്നുള്ളൂ. പക്ഷേ ഏറെ അനുസ്മരിക്കപ്പെടുന്നുണ്ട് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരു ധ്യാനഗുരു, അദ്ദേഹത്തെ പോലെ കേൾവിക്കാരിൽ മാനസാന്തരം ഉളവാക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രഭാഷകൻ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബഥാന്യൻ എന്ന പേരിൽ മലങ്കര സഭാ മാസികയിൽ അദ്ദേഹം എഴുതിയിരുന്ന ധ്യാനപ്രസംഗങ്ങൾ, ധ്യാനചിന്തകളൊക്കെ നിങ്ങളൊക്കെ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും. അതൊക്കെ വരും തലമുറയ്ക്ക് മാർഗദീപമാകത്തക്ക രീതിയിൽ ഭംഗിയായി ക്രോഡീകരിച്ച് മുദ്രണം ചെയ്തു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഭാവനകളാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആബോ യൂഹാനോൻ, പിന്നീട് യൂഹാനോൻ മാർ അത്താനാസിയോസ്, തികഞ്ഞ ഒരു സന്യസ്തനായിരുന്നു അദ്ദേഹം. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുകിട്ടാൻ കണ്ണിലെണ്ണയൊഴിച്ച് നമ്മൾ കാത്തിരിക്കണം. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം, വി ഡോണ്ട് ഹാവ് റിയൽ ലൈഫ് റോൾ മോഡൽസ്. വലിയ റോൾ മോഡൽസ് ഒക്കെ നമുക്കുണ്ട്. എത്തിപ്പിടിക്കാനാവാത്ത ഉയരങ്ങളിൽ നിൽക്കുന്ന മഹാത്മാഗാന്ധിയെയും മദർ തെരേസയും ഒക്കെ പോലെയുള്ള വലിയ റോൾ മോഡൽസ് നമുക്കുണ്ട്. പെരുമല തിരുമേനിയൊക്കെ പോലെയുള്ള ആളുകൾ. അവരിലെ കുറെ കൂടെ താഴേക്ക് വന്ന് ജനസാമാന്യത്തിന്റെ ഇടയിൽ നമ്മളെ പോലൊരാൾ, നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരത്ത്, നമുക്ക് ഇന്നയാളെ അനുകരിച്ച് ജീവിച്ച് അങ്ങനെയൊക്കെ ആയിത്തീരാൻ പറ്റുമെന്ന് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുവാൻ കഴിയുന്ന റിയൽ ലൈഫ് മോഡൽസ് അത് കുറഞ്ഞു വരികയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ളൊരു മോഡലായി നമ്മളുടെയൊക്കെ മുമ്പിൽ യശോധാവള്യം പരത്തിയ ഒരാളായിരുന്നു യൂഹാനോൻ മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്ത. ആ പുണ്യപിതാവിനെയും നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും നമുക്കെന്നും കൂട്ടായിരിക്കട്ടെ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ഇത്രയും കോരിച്ചൊരിയുന്ന മഴയൊന്നുമില്ല. അന്ന് പക്കോമിയോസ് തിരുമേനി നമ്മളോടൊക്കെ വിടവാങ്ങി. രോഗശയ്യയിലായിരുന്നു കുറച്ച് നാള്. കോട്ടയംകാരനായിരുന്നത് കൊണ്ട് എന്നോട് ഏറ്റവും അടുത്ത വ്യക്തിബന്ധം, എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് ചൊല്ലി വിളിക്കാനുള്ള ആ സ്നേഹം, ആ കരുതൽ, ആ വാത്സല്യം ഏറെ ഞാൻ അനുഭവിച്ച ആളാണ്. തിരുമേനിയുടെ പിതാവിനെ മുതൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ വർഷവും സ്കൂൾ ഇൻസ്പെക്ടറായി ക്ലാസ്സിൽ വരും, ക്ലാസ് പരിശോധിക്കും.
പകുതി നരച്ച തലമുടിയും പകുതി കറുത്ത തലമുടിയുമായിട്ട് ജോൺ സാർ, കെ ജോൺ സാർ വരുന്നത് എൻ്റെ ചെറിയ ഓർമ്മകളിലുണ്ട്. ഒരു അരനൂറ്റാണ്ട് മുമ്പത്തെ സ്മരണ. അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ പോലെ തന്നെ പ്രഗത്ഭനായി വളർന്നു വന്നു. റിട്ടയർമെൻറ്റിന് ശേഷം MD ആൻഡ് കാതോലിക്കേറ്റ് സ്കൂൾസിൻ്റെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സെക്രട്ടറിയായി അതിൻ്റെ നടത്തിപ്പെല്ലാം പിതാവ് നോക്കിയിരുന്നു. പിന്നീട് മകൻ ആ സ്ഥാനത്ത് മാനേജരായിട്ട് വന്ന് സ്കൂളിൻ്റെ ഭരണ ചുമതല മുഴുവൻ കൈയാളി. ഞാൻ പഠിച്ച ചങ്ങനാശ്ശേരി SB കോളേജിൽ തന്നെയാണ് പക്കോമിയോസ് തിരുമേനി പഠിച്ചത്, ഞാൻ പഠിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് കൽക്കട്ട ബിഷപ്സ് കോളേജിൽ പഠിച്ചു. അതുപോലെ ഇംഗ്ലണ്ടിലെ മർഫീൽഡ് കമ്മ്യൂണിറ്റിയിൽ പോയി ദൈവശാസ്ത്രം പഠിച്ചു, സന്യാസ പ്രസ്ഥാനങ്ങളെപ്പറ്റി പഠിച്ചു. 1993 ഭാഗ്യസ്മരണാർഹനായ മാത്യുസ്തിദീൻ ബാവായിൽ നിന്ന് പക്കോമിയോസ് എന്ന അഭിധാനത്തോടെ മെത്രാപോലീത്തയായി ഉയർത്തപ്പെട്ടു. ഇടുക്കി ഭദ്രാസൻ 8 വർഷം ഭരിച്ചു. അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു ഇടക്കാലത്ത്. മാവേലിക്കര ഭദ്രാസനം രൂപീകൃതമായ കാലം മുതൽ അതിൻ്റെ പ്രഥമ ഭദ്രാസനാധിപനായി നല്ലൊരു അരമന കെട്ടിടവുമൊക്കെ പണിയിച്ച് വളരെ സന്തോഷത്തോടെ ഭരണം നിർവഹിക്കുമ്പോൾ അത്രയൊന്നും പ്രായം കടന്നു ചെന്നിട്ടില്ലാത്ത അദ്ദേഹത്തെ ദൈവം തൻ്റെ ഉദ്യാനത്തിലേക്ക് മടക്കി വിളിക്കുകയാണ് ഉണ്ടായത്. ഗീതാഞ്ജലിയിൽ വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. ഹൂ പ്ലക്ഡ് ദ ഫ്ലവർ? ദ ഗാർഡനർ ആസ്ക്ഡ്. ഐ ആൻസ്വേർഡ് ദ മാസ്റ്റർ ആൻഡ് ദ ഗാർഡനർ കെപ്റ്റ് ക്വയറ്റ്. നമ്മളൊക്കെ ദൈവം തമ്പുരാൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കളാണ്. കാവൽക്കാർ പലരും കാണും. പക്ഷെ ദൈവം വന്നൊരു പൂ വെറുത്തു കഴിഞ്ഞാൽ കാവൽക്കാർക്ക്, തോട്ടക്കാരന് പരാതി പറയാൻ ഇടമില്ല, അവസരമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈർക്കപ്പെട്ട ഒരു സൗരഭ്യ കുസുമമായിരുന്നു പക്കോമിയോസ് തിരുമേനി എന്നുള്ളതും നാം ഓർക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെയും കടന്നുപോയ ഈ 3 പിതാക്കന്മാരുടെയും പ്രാർത്ഥനകളിൽ നമുക്ക് ശരണപ്പെടാം. അവരുടെയൊക്കെ പ്രോജ്വലമായ മാതൃകകൾ നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ പരിചയം, പലകയും മാർഗദീപവും ഒക്കെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.